എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ എന്നിവ മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന 40 സ്റ്റുഡൻസിൻ്റെ മാർക്സ് ആണ് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു എക്സൽ ഷീറ്റിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ എക്സൽ ഷീറ്റ് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഇവിടെ എക്സൽ ഷീറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മീൻ കിട്ടേണ്ട ഒരു കോളം നമ്മൾ മീൻ എഴുതിയിട്ടുണ്ട്. ആ കോളം സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡേറ്റ റിവ്യൂ, ഇങ്ങനെ നമുക്ക് മെയിൻ മെനു കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഫോർമുലാസിൽ പോവുക, ഇൻസേർട്ട് ഫങ്ഷൻസ് സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട മീൻ ആയതുകൊണ്ട് ആവറേജ് സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ നമ്പർ 1, നമ്പർ 2 എന്ന് വെച്ചുകൊണ്ട് നമുക്ക് നമ്പേഴ്സിൻ്റെ ആണോ വേണ്ടത്, നമ്പർ 1 ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ഡേറ്റാസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 53.9. ഇനി അടുത്തത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, മീഡിയൻ. ഈ സെയിം രീതിയിൽ ഇൻസേർട്ട് ഫംഗ്ഷൻ പോവുക, സ്റ്റാറ്റിസ്റ്റിക്കൽ അവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. മീഡിയൻ സെലക്ട് ചെയ്യുക. എം ആണ് മീഡിയനിൽ വരുമ്പോൾ, അപ്പോൾ മീഡിയൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും കിടക്കുന്നത്, അത് വെച്ച് സെലക്ട് ചെയ്യുക, മീഡിയൻ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്പർ 1 സെലക്ട് ചെയ്തു, ഡേറ്റകൾ സെലക്ട് ചെയ്ത് കൊടുത്തു, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 55.5. നെക്സ്റ്റ് മോഡ്. സെയിം മെത്തേഡിൽ ഇൻസേർട്ട് ഫങ്ഷൻസ്, ആൽഫബറ്റിക് ഓർഡർ, മോഡ് സിംഗിൾ മോഡുള്ളതും മൾട്ടിപ്പിൾ മോഡുള്ളതും കൊണ്ട് നമ്മളിവിടെ സിംഗിൾ മോഡിന്റെ വാല്യൂ ആണ് സെലക്ട് ചെയ്യുന്നത്, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡേറ്റ സെലക്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഹാർമോണിക് മീൻ നമുക്ക് HM എന്ന് ഡിനോട്ട് ചെയ്യാം. ആൻസർ കിട്ടേണ്ട കോളം സെലക്ട് ചെയ്യുക, ഇൻസൈഡ് ഫംഗ്ഷൻ ഹാർമീൻ ആണ്. ഹാർമോണിക് മീൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഹാർമീൻ, ഓക്കെ. നമുക്ക് വേണ്ട എന്തിൻ്റെയാണോ ഹാർമോണിക് മീൻ വേണ്ട അത് ഡേറ്റ സെലക്ട് ചെയ്തെടുക്കുക. സെലക്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് വെക്കുക, റൈറ്റ് ആരോ നോക്കുമ്പോൾ റൈറ്റിലോട്ടുള്ള സെലക്ഷൻ വരും, ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺ സെലക്ഷൻ വരും, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ജിയോമെട്രിക് മീൻ ആണ്, GM. ആൻസർ കിട്ടേണ്ട കോളം സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ഫംഗ്ഷൻ GEO മീൻ എന്നാണ് നമ്മൾ ജിയോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. G സെലക്ട് ചെയ്യുക, ജിക്കകത്ത് GEO മീൻ, ഓക്കെ. ഇനി നമുക്ക് ഏതിൻ്റെയാണോ വേണ്ട ആ നമ്പർ സെലക്ട് ചെയ്തെടുക്കുക, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കുക, അപ്പം സെലക്ഷൻ ആകും, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ഡിഫറെൻറ്റ് മെഷേഴ്സ് ആയ മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ ഇവ കാൽക്കുലേറ്റ് ചെയ്തത്. മീൻ ഡിവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡിവിഷൻ, ക്വാർട്ടൈൽ ഡിവിയേഷൻ എന്നിവ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന 40 സ്റ്റുഡൻസിൻ്റെ മാർക്സ് ആണ് തന്നിരിക്കുന്നത്. ഈ ഡേറ്റ നമുക്ക് എക്സൽ ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യാം. നമ്മുടെ ഡേറ്റ എൻ്റർ ചെയ്തിരിക്കുന്ന ഒരു എക്സൽ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് മീൻ ഡീവിയേഷൻ. ആവറേജ് ഡീവിയേഷൻ എന്ന ഫംഗ്ഷനാണ് നമ്മളിവിടെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് പോവുക, ഫോർമുലാസിൽ പോവുക, ഇൻസേർട്ട് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ എടുപ്പുണ്ട് ആവറേജ് ഡീവിയേഷൻ. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ വീണ്ടും സെലക്ട് ചെയ്യാൻ കാര്യമില്ല. ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എടുക്കുക, അതിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആവറേജ് ഡീവിയേഷൻ AVE DEV ആണ് മീൻ ഡീവിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ഓക്കെ. ഇനി നമുക്ക് ഏത് ഡേറ്റയാണോ വേണ്ടത് ആ ഡേറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മീൻ ഡീവിയേഷൻ. ഇനി നമുക്ക് അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇതേപോലെ തന്നെ STEDEV എന്ന സിമ്പിളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, എന്ന ഫംഗ്ഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം സ്റ്റാറ്റിസ്റ്റിക്കൽ സെലക്ട് ചെയ്യുക,
എസ്സിൽ പോവുക. ആദ്യത്തെ STDEVP ഇത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്നിട്ട് നമ്മളുടെ ഡേറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ക്വാർട്ടൈൽ ഡീവിയേഷനെ QD എന്ന് ഡിനോട്ട് ചെയ്യാം. QD എന്ന് പറയുന്നത് എന്താണ്? Q3 മൈനസ് Q1 ബൈ 2 ആണ്. Q3 മൈനസ് Q1 ഓൾ ഡിവൈഡ് ബൈ 2 ആണ് നമ്മുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്? ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും കണ്ടുപിടിക്കും. അതിനുവേണ്ടി ആദ്യം ഫസ്റ്റ് ക്വാർട്ടൈൽസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എവിടെയാണോ വേണ്ടത് ആ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇൻസെർട്ട് ഫംഗ്ഷനിൽ പോവുക. ക്വാർട്ടൈൽ Q സെലക്ട് ചെയ്യുക. Qനകത്തു നിന്ന് ക്വാർട്ടൈലിൽ നമുക്ക് കിട്ടുന്നതാണ്. ക്വാർട്ടൈൽ എക്സ്ക്ലൂസീവ് എന്നുള്ള വാല്യൂ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അരേ എന്ന് പറയുന്ന ഡേറ്റ സെലക്ട് ചെയ്തെടുക്കാം. ഡേറ്റ അരയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഡേറ്റ നമ്മൾ സെലക്ട് ചെയ്തെടുക്കും. ഏത് ക്വാർട്ടൈലാണ് വേണ്ടതെങ്കിൽ നമുക്ക് മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ 0 എന്നും, ഫസ്റ്റ് ക്വാർട്ടൈലിനെ 1, മീഡിയന് 2, തേർഡ് ക്വാർട്ടൈലിനെ 3, മാക്സിമം വാല്യൂന് 4 എന്ന് വേണം ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വാർട്ടൈലാണ് വേണ്ടത്, അതുകൊണ്ട് 1 സെലക്ട് ചെയ്യും. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Q1ന്റെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് Q3 ആണ്. Q3 കിട്ടാൻ ഇതേപോലെ തന്നെ ഇൻസെർട്ട് ഫംഗ്ഷനിൽ പോവുക. സ്റ്റാറ്റിസ്റ്റിക്കൽ സെലക്ട് ചെയ്യുക. ക്വാർട്ടൈൽ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അരേ ഡേറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ക്വാർട്ടൈലാണ് വേണ്ടത്? നമുക്ക് തേർഡ് ക്വാർട്ടൈലാണ് വേണ്ടത്. Q3 സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ക്വാർട്ടൈൽ ഡിവിഷൻ കണ്ടുപിടിക്കാം. ക്വാർട്ടൈൽ ഡിവിഷൻ നമുക്ക് ആൻസർ കിട്ടുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ഈക്വൽ ടു കൊടുക്കുക, ബ്രാക്കറ്റ് കൊടുക്കുക. ഏതിൻ്റെയൊക്കെ ഡിഫറൻസ് ആണ്? Q3 മൈനസ് Q1 സെലക്ട് ചെയ്ത് കൊടുത്തു. ഓൾ ഡിവൈഡഡ് ബൈ 2 എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ ഏതൊക്കെ വാല്യൂസ് ആണോ കറസ്പോണ്ടിങ് വാല്യൂസ് സെലക്ട് ചെയ്തെടുക്കുക, ബൈ 2 കൊടുക്കുക. ഇനി കറക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഫോർമുല ബാറിൽ പോയി നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്വാർട്ടൈൽ ഡിവിഷൻ കിട്ടും. അപ്പോൾ മെയിൻ ഡിവിഷൻ, സ്റ്റാൻഡേർഡ് ഡിവിഷൻ, ക്വാർട്ടൈൽ ഡിവിഷൻ എന്നിവ എക്സൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ചുകൊണ്ട് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, 45th പെർസെൻറ്റേജ്, 86% എന്നിവ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്നത് 40 സ്റ്റുഡൻസിൻ്റെ മാർക്സ് ആണ് തന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു എക്സൽ ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എക്സൽ ഷീറ്റ് എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്ത് വേണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ ആൻസർ കിട്ടേണ്ട ബോക്സ് സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ഫോർമുലാസിൽ പോവുക, ഇൻസെർട്ട് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ആണ് കിടക്കുന്നത്, മാറ്റി നമ്മൾ എന്താക്കണം? സ്റ്റാറ്റിസ്റ്റിക്കൽ സെലക്ട് ചെയ്യുക. ഈ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ STDEVP എന്ന് പറയുന്ന ഫോർമുല ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. എസ്റ്റിലാണ് ആദ്യത്തെ STDEVP എന്ന് പറയുന്ന വാല്യൂ സെലക്ട് ചെയ്യാം. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? ഡേറ്റ സെലക്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഡേറ്റ
സെലക്ട് ചെയ്തെടുക്കുക. ഷിഫ്റ്റ് ഇട്ടിട്ട് റൈറ്റ് കീയും ഡൗൺ കീയും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഇനി എന്ത് വേണം, മീൻ വേണം. മീൻ എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് ആണ്. ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആവറേജ് ആണ്. അപ്പോൾ ഇൻസെർട്ട് ഫംഗ്ഷനിൽ പോവുക, ആവറേജ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, നമ്മുടെ ഗിവൺ ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആൻസർ കിട്ടേണ്ട കോളം സെലക്ട് ചെയ്യുക, ഈക്വൽ ടു ബട്ടൺ കൊടുക്കുക, ബ്രാക്കറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻസറുകൾ ഏതാണ് മുകളിൽ വരേണ്ടത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ബൈ മീൻ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇൻറ്റു ബട്ടൺ ആണ്, സ്റ്റാർ ബട്ടൺ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇൻറ്റു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. അപ്പം നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന അടുത്ത് എന്താണ്, 45th പെർസെൻറ്റേജിലാണ്. ഓക്കെ, 45th പെർസെൻറ്റേജ് നമുക്ക് ഈ ഡേറ്റയുടെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അതിനെ P45 എന്ന് വിളിക്കാം. പെർസെൻറ്റേജ് ആയതുകൊണ്ട് അതിനെ P45 എന്ന് വിളിച്ചു. ആൻസർ കിട്ടേണ്ട കോളം സെലക്ട് ചെയ്യുക, ഇൻസെർട്ട് ഫംഗ്ഷനിൽ പോവുക, പെർസെൻറ്റേജ് സെലക്ട് ചെയ്യുക, പെർസെൻറ്റേജ് എക്സ്ക്ലൂസീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് അരേ എന്ന് പറയുന്നത് ഡേറ്റ അരയാണ്. ഡേറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പെർസെൻറ്റേജിൽ കെയുടെ വാല്യൂ കൊടുക്കുക. കെ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 0ക്കും 1 വരെയുള്ള വാല്യൂ. ഇവിടെ നമുക്ക് 45% ആയതുകൊണ്ട് 0.45 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് 45%ന്റെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് 86%. P86. നമുക്ക് ആൻസർ കിട്ടേണ്ട കോളം സെലക്ട് ചെയ്യുക, ഇൻസെർട്ട് ഫംഗ്ഷൻ പോവുക, പെർസെൻറ്റേജ് സെലക്ട് ചെയ്യുക, പെർസെൻറ്റേജ് എക്സ്ക്ലൂസീവ് സെലക്ട് ചെയ്യുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അരേ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയാണ്. ഡേറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി എത്രയാണ് വേണ്ടത്, കെയുടെ വാല്യൂ 0ക്കും 1 വരെയുള്ള ആയതുകൊണ്ട് 86ന് 0.86 ചെയ്യാം, ഓക്കെ ബട്ടൺ. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജിന്റെ വാല്യൂ ഉണ്ട്. ഇങ്ങനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും പെർസെൻറ്റേജും നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.